നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്ത്യയിലെ ഏറ്റവും പുതിയ ക്രൈം റേറ്റ് റിപ്പോർട്ട് 2024 സംസ്ഥാനം തിരിച്ചുള്ള കുറ്റകൃത്യ നിരക്ക്. 2024 ഇന്ത്യയിലെ ഏറ്റവും പുതിയ ക്രൈം റേറ്റ് റിപ്പോർട്ട് മുൻ വർഷത്തെ അപേക്ഷിച്ച് മൊത്തത്തിലുള്ള കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ 0.56% കുറവുണ്ടായതായി വെളിപ്പെടുത്തുന്നു. എന്നിരുന്നാലും ചില പ്രത്യേക കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സംഭവങ്ങളിൽ വർധനവ് പ്രകടമാക്കിയിട്ടുണ്ട്. ബലാത്സംഗ കേസുകൾ 1.1% വർദ്ധിച്ചു. തട്ടിക്കൊണ്ടുപോകലിൻ്റെ സംഭവങ്ങൾ 5.1% വർദ്ധിച്ചു. ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കൂടുതലാണ്. വർദ്ധിച്ച പോലീസ് സാന്നിധ്യം, മെച്ചപ്പെട്ട നിയമനിർവഹണ നടപടികൾ, കുറ്റകൃത്യങ്ങൾ തടയുന്നതിനെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ഘടകങ്ങളാണ് മൊത്തത്തിലുള്ള കുറ്റകൃത്യ നിരക്കിനെ കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത്. പൊതുബോധത്തിൻ്റെ പ്രാധാന്യത്തിനും നിയമപാലകരും സമൂഹവും തമ്മിലുള്ള വർദ്ധിച്ച സഹകരണത്തിനും ഊന്നൽ നൽകിയാലേ കുറ്റകൃത്യങ്ങൾ കുറയുകയുള്ളൂ. 2024 ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട മൊത്തം കുറ്റകൃത്യങ്ങളുടെ എണ്ണം ഏകദേശം 1 ലക്ഷം പേർക്ക് 445.9 വച്ചായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും സാധാരണ കുറ്റകൃത്യം മോഷണമാണ്. അതിനുശേഷം കവർച്ചയും ആക്രമണവുമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ്, കേരളം, മഹാരാഷ്ട്ര, ഡൽഹി, ബീഹാർ എന്നിവയാണ്. നഗരങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഗ്രാമങ്ങളിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്കിനേക്കാൾ കൂടുതലാണ്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മികച്ച പരിശീലനം നൽകേണ്ടതിൻ്റെ ആവശ്യകതയും നിയമപാലകരെ പിന്തുണയ്ക്കുന്നതിന് കൂടുതൽ വിഭവങ്ങളുടെ ആവശ്യകതയും പോലുള്ള ചില വെല്ലുവിളികൾ ഇനിയും അഭിമുഖീകരിക്കേണ്ടതുണ്ടെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന സംസ്ഥാനങ്ങളൊന്ന് നോക്കാം. ഉത്തർപ്രദേശ്. യുപിയിലെ പ്രതിശീർഷ കുറ്റകൃത്യ നിരക്ക് 7.4 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഈ അനുപാതം അർത്ഥമാക്കുന്നത് ഉത്തർപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ കുറ്റകൃത്യങ്ങൾ നടക്കുന്നത് എന്നാണ്. അതിനാൽ സുരക്ഷിതമല്ലാത്ത ഇടങ്ങളിൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നത് സേഫ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കേരളം. 1 ലക്ഷം ആളുകൾക്ക് 98.6 കുറ്റകൃത്യങ്ങൾ നടക്കുന്ന കേരളം കുറ്റകൃത്യങ്ങളുടെ നിരക്കിൽ 2ാം സ്ഥാനത്താണ്. ഇതിന് 94.9% ചാർജ് ഷീറ്റിംഗ് നിരക്കുണ്ട്. അതായത് ഇതിൽ മിക്ക കേസുകളിലും പോലീസ് അന്വേഷിക്കുകയും പ്രോസിക്യൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. നാം ദിനംപ്രതി വാർത്തകളിൽ കാണുന്ന ഒരു കാര്യമാണ് പെരുകി വരുന്ന കുറ്റകൃത്യങ്ങൾ. ക്രൂരമായ കൊലപാതകങ്ങൾ മുതൽ പിടിച്ചുപറി, മോഷണം, കത്തിക്കുത്ത്, രാഷ്ട്രീയ കൊലപാതകം, തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗം അങ്ങനെ തുടങ്ങി നിരവധി കുറ്റകൃത്യങ്ങൾ കേരളത്തിൽ പെരുകുന്നു. ഇതിനൊരവസാനം ഉണ്ടാകണമെന്നും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം ഉണ്ടെങ്കിലേ നാടിൻ്റെ പുരോഗതിയുടെ പൂർണ്ണത കൈവരിക്കപ്പെടൂ. അരുണാചൽ പ്രദേശ്. കുറ്റകൃത്യങ്ങളുടെ നിരക്കും മറ്റ് ഘടകങ്ങളും അപകടകരമായ സ്ഥിതിയിൽ അരുണാചൽ പ്രദേശിനെ ചെന്നെത്തിക്കുന്നതിന് ഒരു കാരണമാകുന്നു. അരുണാചൽ പ്രദേശങ്ങളിലെ പല പ്രദേശങ്ങളിലും ഇരുട്ടിനു ശേഷം ഒറ്റയ്ക്ക് യാത്ര നിരോധിച്ചിട്ടുണ്ട്. കുറ്റകൃത്യങ്ങളുടെ നിരക്ക് ഏകദേശം 5.8. ജാർഖണ്ഡിലെ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് വളരെ കൂടുതലാണ്. പല ക്രിമിനൽ കേസുകളും പോലീസ് ഫയലുകളിൽ പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. അനുപാതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ സംസ്ഥാനത്തെ പ്രതിശീർഷ കുറ്റകൃത്യ നിരക്ക് 5.3. മേഘാലയയിലെ ചില പ്രദേശങ്ങൾ യാത്രയ്ക്ക് സുരക്ഷിതമല്ലെന്നും ആളുകൾക്ക് നിയന്ത്രണമുള്ളതാണെന്നും പറയപ്പെടുന്നു. സമീപകാല റിപ്പോർട്ടുകളിൽ പ്രതിശീർഷ കുറ്റകൃത്യങ്ങൾ 5.1 പ്രഖ്യാപിക്കപ്പെട്ട സംസ്ഥാനമാണിത്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ സംസ്ഥാനങ്ങളിലൊന്നായി കണക്കാക്കുന്നു. ഡൽഹി. ക്രൈം ബ്യൂറോയുടെ കണക്കനുസരിച്ച് സംസ്ഥാനത്ത് പ്രതിശീർഷ കുറ്റകൃത്യ നിരക്ക് 5. കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളുടെ അപര്യാപ്തത ഒരു കാരണമാകുന്നു. ആസാം. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇന്ത്യയിൽ പ്രതിശീർഷ 4.4 കുറ്റകൃത്യങ്ങളുടെ അനുപാതം ആസാമിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഛത്തീസ്ഗഡിലും കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നു. സംസ്ഥാനത്തിൽ പ്രതിശീർഷ 4 എന്ന ക്രൈം റേറ്റ് ഉണ്ട്. പല കാരണങ്ങളാൽ സ്ഥലം ചില സമയങ്ങളിൽ സുരക്ഷിതമല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. ഹരിയാനയിൽ പ്രതിശീർഷ കുറ്റകൃത്യ നിരക്ക് 3.8. കവർച്ച, മോഷണം, കൈക്കൂലി, കൊലപാതകം, ബലാത്സംഗം തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് കൂടുതലായി കാണപ്പെടുന്നത്. അതിനാൽ കുറ്റകൃത്യങ്ങളുടെ നിരക്ക് നിയന്ത്രിക്കാൻ അധികാരികൾ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമായി പ്രകടമാകുന്നില്ല എന്നുള്ളതാണ്. ഇന്ത്യയിലെ ഏറ്റവും അപകടകരമായ 10 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹരിയാന. ഒഡീഷയിലെ പ്രതിശീർഷ കുറ്റകൃത്യ നിരക്ക് 3.8. മോഷണം, കൈക്കൂലി എന്നിവയാണ് പ്രധാന കുറ്റകൃത്യങ്ങൾ. വിവിധ മേഖലകളിൽ മയക്കുമരുന്നും ലഹരികളും സുലഭമായി ലഭ്യമാകുന്നു. ഇത് യുവാക്കളെ മയക്കുമരുന്നിന് അടിമകളാക്കി കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നു.
ആന്ധ്രാപ്രദേശിലെ പ്രതിശീർഷ കുറ്റകൃത്യ അനുപാതം 3.6 സംസ്ഥാനത്തിൽ വർദ്ധിച്ചു കഴിഞ്ഞു.